ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോളേ രാവിലെ തന്നെ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരോടും ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ, ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 2 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ലോഡിങ്ങിൽ ചെറിയ പരിക്ക് പറ്റി. അത് അകത്ത് ചെറിയ മുറിയുണ്ട് വായിക്കകത്ത്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പം ചെറിയൊരു പണി കിട്ടിയിരുന്നു രാവിലെ തന്നെ. അപ്പോൾ എന്താ കാണിച്ചു തരാം. അപ്പോളേ നമ്മളിതൊരു അപ്പം ചൂടൽ പരിപാടിയിലാണ്. എന്താ വെച്ച് കഴിഞ്ഞാലേ, നമ്മൾ രാവിലെ വൈക്ക് പോവാണ്. സുബൈക്ക് നീച്ചിട്ടേ പിന്നെ പെങ്ങളുടെ മോള് ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ള പ്രസവത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു പണി തന്നിക്കുകയാണ്. അവൾ ഒരുങ്ങുമ്പോഴേക്കും അപ്പം ചൂടണം, പിന്നെ ചിക്കൻ ചൂടാക്കി, കടലക്കറി ചൂടാക്കി, ചായ, അപ്പം റെഡി. അപ്പം ഞാനതിൻ്റെ ഇടയ്ക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിനിടയ്ക്ക് അപ്പം കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ നാസ്താക്കുന്നുണ്ട് കേട്ടോ. ചിക്കനൊക്കെ എടുത്ത് നൈസായിട്ട് കഴിക്കാനുള്ള പരിപാടിയാണ്. എല്ലാം നടക്കണ്ടേ. അപ്പോൾ കേസ് എങ്ങനെയുണ്ട് നമ്മൾ വിട്ടപ്പം പറയട്ടോ. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അപ്പം ചുട്ടു. എങ്ങനെ നോക്കി? മാഷാ അല്ലാ, മാഷാ അല്ലാ. അങ്ങനത്തെ നമ്മൾ ഓരോന്ന് പഠിക്കലേ, സാഹചര്യം കൊണ്ടേ. ലാസ്റ്റ് അപ്പാട്ടോ തീരെയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ലോഡിങ്ങിൽ ചെറിയൊരു പരിക്ക് പറ്റി, ചെറിയ ഇൻസിഡൻറ്റ്. അപ്പോഴേ ചായ കൂടി കഴിഞ്ഞു. ചെറിയ പരിക്ക്, അകത്ത് നല്ലൊരു മുറിയുണ്ട് കേട്ടോ. അടി ഇങ്ങോട്ട് കിട്ടിയിട്ട് ലോഡിങ്ങിൽ കമ്പടിച്ചാണ്. കമ്പ് അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 അടിയാണ്. അടിച്ചിട്ട് പുറകോട്ടും മരച്ച് വീണു. എന്തായാലും അൽഹംദുലില്ലാ അയിമത്ത് തീർന്നു. ഇവിടെ കിട്ടാൽ കണ്ണിട്ടൊക്കെ അടി കൊള്ളുകയാണെങ്കിൽ കുറച്ച് വിഷമം ഉണ്ടാവും. അപ്പോൾ ഞാനും പെണ്ണും ചാടിച്ചാണ്. പെണ്ണ് കറുമുറ അപ്പം നിന്നുണ്ട്. ഞാൻ ചുട്ട കുറച്ച് കറുമുറ കഴിക്കണം സംഭവം. എങ്ങനെയുണ്ട് എൻ്റെ അപ്പം? പൊളിയാ? ഇപ്പം അറേ കുറവാണ് തന്നെ. അപ്പോൾ കേസോളം വീഡിയോയിൽ ഇറക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾ പറഞ്ഞാലും ഇവിടെ ഇറങ്ങുള്ളൂ, അല്ലാതെ അവൾ ഇറങ്ങാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ എന്താപ്പോൾ പിന്നെ വിളിച്ച് പറഞ്ഞ മഞ്ചേരിന്ന് ഇപ്പോൾ ചിലണ്ടാവും. എന്താ സ്കാനിങ് റിസൾട്ട് കിട്ടിയിട്ട് പോയാൽ മതി അല്ലേ? അപ്പോൾ ഇന്നലെ ഒരു വേദന ഉണ്ടായിരുന്നു പെണ്ണിനെന്ന് പറഞ്ഞു. അപ്പോൾ പോകാൻ നിൽക്കുകയായിരുന്നു രാവിലെ. അപ്പോൾ പുതിയ വിവരം കിട്ടിയത് സ്കാനിങ് എടുത്തിട്ട് അതിൻ്റെ റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ട് ഇപ്പോൾ വേദന കുറച്ച് കുറവുണ്ട്. അപ്പോൾ സ്കാനിങ് എടുക്കട്ടെ എന്നിട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ആളിപ്പോൾ പോകണില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പുതിയ ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പോരായ്മകളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഒരു കുന്തം അറിയില്ല, ഒക്കെ പഠിച്ചിട്ട് വേണം. പിന്നെ നമുക്ക് ഹോം ടൂർ ചെയ്യാണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് അല്ലേ കേട്ടോ. എൻ്റെ പേരെ ഹോം ടൂർ ചെയ്യണ്ട നമുക്ക്. പെണ്ണിന് സ്വന്തമായിട്ട് വീട് കിട്ടിയ ഒരു 10-20 വർഷം വാടകയ്ക്കായിരുന്നു. ഇപ്പോൾ 1 വർഷമായിട്ട് കയറി താമസമായിട്ട് പുതിയ വീട്ടിലാണ്. ആ ഒരു സന്തോഷമുണ്ട്. 2 മക്കളാണ്, ഒരാണൊരു പെണ്ണും. വലുത് മോനാണ്. ഇപ്പോൾ ദുബായിലാണുള്ളത് ആൾ. 3 വർഷമായി പോയിട്ട്. ജനുവരി വന്നാൽ 3 വർഷം. മോളിപ്പോൾ സൗദിയിലാണുള്ളത്.
അപ്പം അങ്ങനെ മോക്കൊരു കുട്ടിയുണ്ട്. ഉമ്മ ഇന്നത്തെ പരിപാടി? നിങ്ങൾ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എടുത്തോട്ടെ. ഉമ്മ പോകുന്നുണ്ട്. ഉമ്മക്ക് കുറവാ വീഡിയോ കയറാം. നിങ്ങൾ വീഡിയോയിൽ കയറി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ വീഡിയോ അല്ലല്ലോ ഇത്. നിങ്ങൾ ഇനി എത്ര വട്ടം കയറാൻ കിടക്കണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേസ്. വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഇപ്പം നമ്മളെ പെണ്ണു വീഡിയോയിൽ കയറുകയാണെങ്കിൽ ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഒക്കെ അങ്ങനെ വഴിയേ വരും ഇൻഷാ അല്ലാഹ്. ഇപ്പം നമ്മൾ ഹാപ്പിനെസ് മാത്രമേ വീഡിയോസിൽ കൂടുള്ളൂ കേട്ടോ. ഹാപ്പിനെസ് വിത്ത് ഫാമിലി, അതിൻ്റെ അപ്പുറത്തേക്കുള്ള കളിയില്ല. പിന്നെ വേറെന്തൊക്കെ, ഏതായാലും ചെറിയ രീതിയിലൊരു വീഡിയോ ഒന്ന് ഇൻഷാ അല്ലാഹ്, ബാക്കി നമുക്ക് വഴിയെ വിടാം. ഓക്കെ, ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അറിയിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും.